ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചതൊക്കെ പഠിച്ചുവോ? എന്തായിരുന്നു പഠിപ്പിച്ചു തന്നത്? ദ ഡിഫറെന്റ് വേസ് ഫോർ എക്സ്പ്രസിംഗ് ദി കോൺസെൻട്രേഷൻ ഓഫ് ബൈനറി സൊല്യൂഷൻസ് അല്ലേ? ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോ കൂടുതൽ വാചകടിക്ക് ഞാൻ നിൽക്കുന്നില്ല, നമുക്ക് പ്രോബ്ലംസ് ചെയ്യണ്ടേ? തുടങ്ങാം. So the first question, calculate the mass percentage of benzene and carbon tetrachloride if 22 gram of benzene is dissolved in 122 gram of carbon tetrachloride. അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇത് ഏത് ഭാഗത്താണ് വരുന്നതെന്നുള്ളത് ആദ്യം ആലോചിക്കുക. അപ്പൊ ക്വസ്റ്റ്യനിൽ എന്തെന്നാ? കാൽക്കുലേറ്റ് ദി മാസ് പെർസെന്റേജ്. ഒരു കമ്പോണന്റിന്റെ മാസ് പെർസെന്റേജ് എങ്ങനെയാ കാണുന്നത്? നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ആ ഒരു റിലേഷൻ ഓർക്കുക. മാസ് പെർസെന്റേജ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് വൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ total mass of the components in solution into 100. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ അറിയണം? മാസ് ഓഫ് ദി കമ്പോണന്റ്സ് അറിയണം അല്ലെ? ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സൊല്യൂട്ടും ഉണ്ടാവും, ഒരു സോൾവെന്റും ഉണ്ടാവും. നമ്മൾ ബൈനറി സൊല്യൂഷൻസിനെ കുറിച്ചല്ലേ പഠിക്കുന്നത്. ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ബെൻസീനും സോൾവെന്റ് എന്ന് പറയുന്നത് കാർബൺ ടെട്രാക്ലോറൈഡും ആണ്. കാരണം 22 gram of benzene is dissolved in 122 gram of carbon tetrachloride ആണ്. അപ്പൊ കൂടുതൽ ഏതാണോ അതാണ് സോൾവെന്റ്, കുറവ് ഏതാണോ അതാണ് അവിടുത്തെ സൊല്യൂട്ട്. അപ്പൊ ഇത് രണ്ടെണ്ണത്തിന്റെയും മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു നോക്കാം. ഓക്കെ, മാസ് പെർസെന്റേജ് ഓഫ് ബെൻസീൻ. നമുക്ക് ആദ്യം ബെൻസീന്റെ കണ്ടു നോക്കാം കേട്ടോ. ഇവിടെ എന്താ പറയുന്നത്? മാസ് ഓഫ് വൺ കമ്പോണന്റ് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ? WB ഡിവൈഡഡ് ബൈ WB പ്ലസ് WA ഇൻറ്റു 100. ആൻഡ് വാട്ട് ഈസ് WB? എന്താ അവിടെ WB എന്ന് പറയുന്നത്? WB ഈസ് ഈക്വൽ ടു 22 gram. 22 gram എന്ന് എഴുതുന്നു. And what is WA? It is the mass of the solvent and that is 122 gram. Okay. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം 22 divided by 22 plus 122 into 100. അപ്പൊ നമുക്കിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 144 So we will get the answer 15.28%. ഇപ്പൊ നമുക്ക് മാസ് പെർസെന്റേജ് ഓഫ് ബെൻസീൻ കിട്ടി കഴിഞ്ഞു അല്ലെ? ഒരെണ്ണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. കാൽക്കുലേറ്റ് മാസ് പെർസെന്റേജ് ഓഫ് ബെൻസീൻ. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇത്രേ ചെയ്യുണ്ടു. മാസ് ഓഫ് ദി സൊല്യൂട്ട് ഏതാണ്, മാസ് ഓഫ് ദ സോൾവെന്റ് എന്താണ്, അത് വ്യക്തമാവുക ആദ്യം തന്നെ. എന്നിട്ട് ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദി പെർസെന്റേജ്. ഇത് വ്യക്തമായില്ലേ? അപ്പൊ ഞാൻ ഇത് മാറ്റട്ടെ. ഇനി നമുക്ക് മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് കണ്ടുപിടിക്കാം. മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്. ഇവിടെ WA ഡിവൈഡഡ് ബൈ WB പ്ലസ് WA എന്ന് വരും. കാരണം എപ്പോഴും ഒരു സോൾവെന്റിന്റെ നമ്മൾ A കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോ ഇവിടെ WA എന്ന് പറയുന്നത് എത്രയാ? ഇറ്റ് ഈസ് 122 gram. അപ്പൊ 122 ഡിവൈഡഡ് ബൈ 144 ഇൻറ്റു 100. താഴത്തേനുള്ളതിന് യാതൊരു മാറ്റവും ഇല്ല, കാരണം ഇത് ടോട്ടൽ മാസ് ആണ്. ഓക്കെ, നമുക്ക് ഫൈനൽ ആൻസറിൽ മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? 84.72%. ഇപ്പൊ നമ്മള് മാസ് പെർസെന്റേജ് ഓഫ് ബെൻസീനും കാൽക്കുലേറ്റ് ചെയ്തു, മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡും കണ്ടുപിടിച്ചു. ഇപ്പൊ എങ്ങനെയാണ് മാസ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് മനസ്സിലായില്ലേ? നമ്മൾ പഠിച്ച എക്സ്പ്രഷൻ ഇവിടെ
കൊണ്ടുവന്ന് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റു പ്രോബ്ലത്തിലേക്ക് പോവാട്ടോ. കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ഇൻ സൊല്യൂഷൻ കണ്ടെയ്നിങ് 30% ബൈ മാസ് ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ്. ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ചെറുതാണ്. ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത് ഈ ക്വസ്റ്റ്യനില്? യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ. അപ്പൊ എങ്ങനെയാ മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാ? അതിനുള്ള എക്സ്പ്രഷൻ എന്താ നമുക്ക് നോക്കാം. മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ സൊല്യൂഷൻ. അല്ലേ? മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ എന്ന് പറയുന്നത് കൈ ബി. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ എന്ന് പറയുമ്പോ ഇറ്റ് ഈസ് NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഇപ്പൊ മോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ളത് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയല്ലേ? ഇനി നമ്മൾക്ക് ഇതിലൂടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണ്ടേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ബെൻസീൻ ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ NB is equal to WB divided by MB. അപ്പൊ നമുക്ക് ഇവിടെ എന്തറിയണം? WB അറിയണം, MB അറിയണം. എന്നാലല്ലേ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. WB തന്നിട്ടുണ്ടോ ഇവിടെ? നോക്കൂ, യു ആർ ഗിവൺ 30% ബൈ മാസ് ഓഫ് ബെൻസീൻ ഇൻ സൊല്യൂഷൻ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാല് ഫസ്റ്റ് നോക്കേണ്ടത് എന്താ? സൊല്യൂട്ട് ഏതാണ്, സോൾവെന്റ് ഏതാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ബെൻസീനും സോൾവെന്റ് എന്ന് പറയുന്നത് കാർബൺ ടെട്രാക്ലോറൈഡും ആണ്. അല്ലെ? ഇവിടെ എന്താണ് 30% ബൈ മാസ് ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 30% of benzene is dissolved in carbon tetrachloride. അപ്പൊ ടോട്ടൽ മാസ് എത്രയായിരിക്കും ഇവിടെ? 100 ആയിരിക്കും. 100-ലെ 30 gram is dissolved in carbon tetrachloride. അപ്പൊ ബാക്കി ഉള്ള മാസ് ആരുടെ ആയിരിക്കും? സോൾവെന്റ് ആയ കാർബൺ ടെട്രാക്ലോറൈഡിന്റെ. അല്ലെ? അപ്പൊ നമുക്കൊന്ന് എഴുതാം. Let us assume the total mass of solution as 100. Okay, so mass of എന്താണ്? ബെൻസീൻ എന്താ പറയാ? WB, that is equal to 30 gram, and mass of carbon tetrachloride, that is WA, is equal to 100 minus 30, that is equal to 70 gram. ഇപ്പൊ നമുക്ക് WB കിട്ടി, WA കിട്ടി. അല്ലേ? ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? MB അറിയണം. MB എങ്ങനെ കണ്ടുപിടിക്കുക? വാട്ട് ഈസ് MB? that is molecular mass of benzene C6H6. എങ്ങനെ കണ്ടുപിടിക്കുക? 12 into 6. What is 12? It is the atomic mass of carbon. അത് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അല്ലേ? പ്ലസ് ഹൈഡ്രജന്റെ 1 ആണ് into 6. എന്ത് കിട്ടും? 12 into 6 is 72 plus 6 is equal to 78. So the molecular mass of benzene is 78. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? The number of moles of benzene. അല്ലേ? നമ്മള് number of moles of benzene കണ്ടുപിടിക്കാൻ പോവാം. Okay. Number of moles of benzene NB is equal to WB divided by MB
So what is 30 divided by 78? It is 0.385. Now we got number of moles of benzene. Now how can we calculate the mole fraction? Mole fraction എന്ന് പറയുന്നത് എന്താ? Chi B is equal to NB divided by NA plus NB അല്ലേ? അപ്പൊ നമ്മൾ ഇനി ഇവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? ഒരു കാര്യം കൂടി ഉണ്ട്. That is NA. So how will you calculate NA? നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക. NB കണ്ടുപിടിച്ചില്ലേ? ഇതേ സെയിം മെത്തേഡ് ഉപയോഗിച്ച് you have to calculate NA. Then finally you will substitute both the answers in Chi B and you will get the mole fraction of benzene. അപ്പൊ കുറച്ചധികം കാര്യങ്ങളുണ്ട് അല്ലെ? ഓരോ സ്റ്റെപ്പുകളും ശ്രദ്ധിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിനി നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്ത് കണ്ടുപിടിക്കണം? സോൾവെന്റ് കണ്ടുപിടിക്കണം. ചെയ്തു നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് Na is equal to എന്തെന്ന് എഴുതാം നമ്മളിവിടെ? WA divided by Ma. What is WA? It is 70. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് അല്ലേ? And what is Ma? CCl4 ആണ്. And what is the molecular mass of CCl4? That is 12 plus 4 into 35.5. 35.5 into 4. 5 4s are 20. 2. 5 into 4 20. 22. 2. 3 4s are 12. 30. 14. 142 plus 12. എന്ത് കിട്ടി? 154. അപ്പൊ നമുക്ക് ഇവിടെ 154 എന്ന് കിട്ടി കഴിഞ്ഞു. Okay. Then substitute in this. Na is equal to 70 divided by 154. And what is the value? 0.455. അപ്പൊ ഈ സ്റ്റെപ്പ് മനസ്സിലായില്ലേ? Number of moles of CCl4 Na is equal to WA divided by Ma. WA എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. It is 70. ഇനി CCl4ന്റെ എന്ത് കണ്ടുപിടിക്കാനാ നമ്മൾ ഇത് ചെയ്തത്? മോളിക്കുലാർ മാസ് അല്ലേ? അപ്പോ മോളിക്കുലാർ മാസ് ഓഫ് CCl4 is equal to ഇത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് ഉത്തരം കിട്ടി. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു, നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സോൾവെന്റും കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? നൗ ഫൈൻഡ് ഔട്ട് ദ മോൾ ഫ്രാക്ഷൻ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് Na എന്ന് പറയുന്നത് 355ഉം NB എന്ന് പറയുന്നത് 0.385 ആണ് കിട്ടിയത് അല്ലെ? ഇനി നമുക്ക് ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് മാറ്റിട്ടെ. Chi B is equal to what is NB? It is 0.385 divided by what is Na? It is 0.455 plus 0.385. 0.455 plus 0.385. 0.840. ഇപ്പൊ നമുക്ക് 0.840 എന്ന് കിട്ടി. Just substitute in this 0.840. Then you will get the final answer. You will get the answer as 0.458. അപ്പൊ നമുക്ക് ഫൈനൽ ആയിട്ട് എന്ത് കിട്ടി? മോൾ ഫ്രാക്ഷൻ. ഫൈനൽ ആയിട്ട് കിട്ടിയത് മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ is equal to 0.458. ഇപ്പൊ ക്ലിയർ ആയോ? ഇന്ന് ഞാൻ പറഞ്ഞു തന്ന ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് വരിക. ഞാനിവിടെ പറഞ്ഞു തന്ന 2 ക്വസ്റ്റ്യൻസും നമ്മളുടെ ഇൻടെക്സ്റ്റ് NCERTയിലത്തെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതേപോലെ തന്നെ വരുന്നതാണ്. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്തു നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ containing 5 gram of sodium hydroxide in 450 ml of the solution. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് മൊളാരിറ്റി ഓഫ് ദി സൊല്യൂഷൻ. എങ്ങനെയാണ്
എങ്ങനെയാണ് ഒരു സൊല്യൂഷന്റെ മൊളാരിറ്റി കണ്ടുപിടിക്കുന്നത്? അതിനുള്ള എക്സ്പ്രഷൻ എന്താ? നമുക്ക് നോക്കാം. മൊളാരിറ്റി M is equal to number of moles of the solute divided by volume of solution in liters. ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്നതാണ്. അപ്പൊ നമുക്ക് ഫൈനലായിട്ട് ഇതേപോലെ ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ എക്സ്പ്രഷൻ ഒക്കെ കാണാതെ പഠിക്കണം കേട്ടോ. ഇനി നമുക്കിവിടെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമ്മൾക്ക് ഇത് സോൾവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ we have to know WB, that is the mass of the solute, and also the molecular mass of the solute. അപ്പൊ നമുക്കിവിടെ mass of the solute തന്നിട്ടുണ്ടോ? നോക്കൂ, ഇവിടെ സൊല്യൂട്ട് ഏതാ, സോൾവെന്റ് ഏതാ? ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോ സൊല്യൂട്ടും സോൾവെന്റും ഉണ്ടായിരിക്കും അല്ലേ? ഇവിടത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5 gram of NaOH. 5 gram of NaOH is dissolved in water. അപ്പൊ വാട്ടർ ആണ് സോൾവെന്റ്. ഇവിടെ വാട്ടറിന് തന്നിട്ടില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം 5 gram of sodium hydroxide സൊല്യൂഷൻ എന്ന് പറയുമ്പോ ഇറ്റ് ഈസ് വാട്ടർ ഇസ് ദ സോൾവെന്റ് എന്ന്. ഓക്കെ, മാസ് ഓഫ് സൊല്യൂട്ട് WB is equal to 5 gram. ഇനി എന്താണ് മോളിക്യുലാർ മാസ് ഓഫ്, ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് NaOH ആണ് അല്ലെ? അപ്പൊ മോളിക്യുലാർ മാസ് ഓഫ് NaOH എന്ന് പറയുന്നത് എത്രയാ? It is 23 plus 16 plus 1, it is 40. Number of moles of sodium hydroxide എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്, that is 5 divided by 40. And what is 5 divided by 40? It is 0.125. അപ്പൊ നമുക്കിത് കിട്ടിയില്ലേ? ഇനി നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാവുന്നതുള്ളൂ. And what is volume? വോള്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 450 ml. ഇപ്പൊ വോള്യം ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു 450 ml. നമ്മൾ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓൾറെഡി ലിറ്റേഴ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ 450 എന്ന് പറയുന്നത് ഈ വോള്യത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, molarity M is equal to, സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. What is WB divided by MB? It is 0.125 divided by 450 into 1000. And you will get the final answer. എന്താ ആൻസർ കിട്ടുന്നത്? 0.278 മോൾ പെർ ലിറ്റർ. 0.278 മോൾ പെർ ലിറ്റർ. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ചെയ്തു നോക്കി നോക്കൂ ഈ ഉത്തരം കിട്ടുന്നുണ്ടോന്ന്. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും നമുക്ക് കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്തു നോക്കാം കേട്ടോ. ഇതുപോലുള്ള പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അല്ലാതെ ഈ ഒരു പ്രോബ്ലം കൊണ്ട് ഒരിക്കലും നിങ്ങൾ അവസാനിപ്പിക്കരുത്. ടെക്സ്റ്റിലോ അല്ലെങ്കിൽ മറ്റു ബുക്കുകളിലോ നോക്കിയിട്ട് ഇതുപോലുള്ള പ്രോബ്ലംസ് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യാം. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.